ഹായ്. ഈ കേരളത്തിൽ എവിടെ ദുരന്തം നടന്നാലും ഉടനെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വരും, ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സംഭാവന ചെയ്യാൻ പറയും. നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ പാത്തുമാട് വിറ്റ് കൊടുത്തതും അതുപോലെ തന്നെ എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കും. 1 രൂപയെങ്കിൽ 1 രൂപ കിട്ടുന്ന എല്ലാം സഹായിക്കും. അപ്പോൾ ദുരിതാശ്വാസ നിധിയിൽ ഈ ഫണ്ടെല്ലാം എന്തിനാണ് വെച്ചിരിക്കുന്നത്? പുഴുങ്ങി തിന്നാനാണ് ഈ ഫണ്ടെല്ലാം വെച്ചിരിക്കുന്നത്. പണ്ട് 108.1 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത്. അപ്പൊ കിട്ടിയ എത്രയാണ്? 772.11 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായിട്ട് കിട്ടിയപ്പോൾ വെറും 108 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത്. 772 കിട്ടി, 108 ചെലവഴിച്ചു. അപ്പൊ ഈ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ടെല്ലാം കൂടി എന്തിനാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്. വയനാട് ദുരന്തത്തിലെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹം എല്ലാവരും കൂടി സഹായിച്ചത് 772 കോടി രൂപയാണ്. പക്ഷേ ഗവൺമെന്റ് ചെലവഴിച്ചത് 108 ആണ്. എന്തുകൊണ്ടാണ് ഇത് ചെലവഴിക്കാതെ? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്? പാവപ്പെട്ട ജനങ്ങൾ എത്രമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നു. അവർക്ക് ലോൺ അടയ്ക്കാൻ കാശില്ല, ഫുഡ് കഴിക്കാൻ കാശില്ല. അതിനൊക്കെ അവര് ഒരു തരത്തിലല്ല വേറൊരു തരത്തിൽ ദുരിതത്തിലാണ്. അവരുടെ കിടപ്പാടവും വീടും എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ ഒരു എന്താ പറയുന്ന പുനരധിവാസത്തിനുള്ള പാക്കേജിൽ അവർക്ക് എന്താ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ടൗൺഷിപ്പ് ഒന്നും ഉണ്ടാക്കാനോ ഇതുവരെ അതിനെക്കുറിച്ച് അതിനൊരു കുറെ പ്ലാനും കുറെ കാര്യങ്ങളും മാത്രം ചെയ്താൽ മതിയോ? വർഷം 2 ഇത് എന്ന് ചെയ്യാനാണ്? ഇതിപ്പോ ഇറങ്ങാനായി, സർക്കാർ ഇറങ്ങാനായി, ഇത് എപ്പോ ചെയ്യാനാണ്? അപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ മാത്രം പറഞ്ഞാൽ പോരാ. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന സംഭാവന അത് വേണ്ട തോതിൽ വിനിയോഗിക്കാനും കൂടി ശ്രമിക്കുക എന്നുള്ളതാണ് സർക്കാരിനോട് പറയാനുള്ളത്. കാരണം വയനാട്ടിലെ ജനങ്ങൾ വളരെ ദുരിതം അനുഭവിക്കുകയാണ്. അവരുടെ ടൗൺഷിപ്പ് ഇപ്പോഴും സ്വപ്നത്തിൽ മാത്രമാണ്. ഇതുവരെയും അതിന്റെ പണിയായിട്ടില്ല. ഒരുപാട് സംഘടനകൾ, സന്നദ്ധ സംഘടന ആൾക്കാർ വീട് നിർമ്മിച്ചു കൊടുത്തു. അവരുടെയൊക്കെ വീട് നിർമ്മിച്ച് താക്കോൽദാനം നടത്തി. പക്ഷെ ഗവൺമെന്റ് ഭാഗത്ത് വീട് നിർമ്മിക്കാനും ടൗൺഷിപ്പ് ഉണ്ടാക്കാനും ചെയ്യാവുന്ന പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം അതുപോലെ തന്നെ കിടക്കുകയാണ്. അവർക്ക് ഇതിനൊന്നും സമയമില്ല. അവർക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് പിന്നെ അമേരിക്കയിലും അവിടെയൊക്കെ പോകണം. അവർക്ക് എന്തോ പറഞ്ഞു ഇവിടുത്തെ കാലാവസ്ഥ പഠിക്കാനായിട്ട് വേറെ അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇതെല്ലാം ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കും. ഈ സാധാരണക്കാരായ ആൾക്കാർ തൊട്ട് പാവപ്പെട്ട പണക്കാർ വരെ കൊടുത്ത പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഈ ദുരന്ത ബാധിതർക്ക് സഹായം കൊടുക്കാൻ ഇത്ര വൈകുന്നത്? ഇത് എന്റെ ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് അയക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ കൂടിക്കോ. നമ്മളെ നല്ല കിടിലൻ